ഫ്രണ്ട്സ് കണ്ടോ, റോപ്പ് വരുന്നത് കണ്ടോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇന്ന് നമ്മൾ ഇതേപോലെ വേസ്റ്റായി കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളില്ലേ, അതിൽ നിന്ന് ഇതേപോലെ റോപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ റോപ്പ് നമുക്ക് അഴ കെട്ടാനും മറ്റ് പല ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. നല്ല ബലമുള്ള റോപ്പാണ്. ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ റൂൾ പെൻസിൽ കട്ടറില്ലേ, അത് ഉപയോഗിച്ചാണ് ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിന് വേണ്ടത് ഒരു നൈഫ്, ഒരു പെൻസിൽ കട്ടർ. ഫ്രണ്ട്സ്, ഈ പെൻസിൽ കട്ടറിൻ്റെ ബ്ലേഡ് ഒന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. കണ്ടോ? അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം. ആക്സോ ബ്ലേഡിന് ഈ എഡ്ജിലായിട്ടൊന്ന് വളരെ പതുക്കെ വേണം കട്ട് ചെയ്യാൻ. ഫുള്ള് കട്ടായി പോകരുത്, ഏകദേശം ഇത്രേ കട്ടാവുള്ളൂ. കണ്ടോ? ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, അതിനുശേഷം നമുക്ക് ഈ ബ്ലേഡ് ഒന്ന് ഇതിൽ ഫിറ്റ് ചെയ്യണം. ബ്ലേഡ് കറക്റ്റായിട്ട് ബ്ലേഡിൻ്റെ അറ്റഭാഗം ഈ കട്ട് ചെയ്ത് അവിടെ കറക്റ്റ് നിൽക്കണം. കണ്ടോ? ഫ്രണ്ട്സ്, അതിനുശേഷം ഈ നൈഫില്ലേ, നൈഫിൻ്റെ ഇത് ഊരിയെടുക്കുക. എന്നിട്ട് നൈഫ് കുറച്ച് ഇത്ര നീട്ടിയിട്ട് ഇവിടം വെച്ച് നമുക്ക് ഇത് ഒടിച്ചെടുക്കണം. ഇതിൻ്റെ ബാക്ക് കൊണ്ട് ഉണ്ടോ, ഇത്ര ഒടിച്ചു മാറ്റുക. ഫ്രണ്ട്സ്, അതിനുശേഷം ഈ പെൻസിൽ കട്ടർ ഈ നൈഫിൻ്റെ അറ്റത്ത് വെച്ച് ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ ഈ ഒട്ടിക്കണ സമയത്ത് ഈ ബ്ലേഡ് ഫുൾ ലെങ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നീണ്ടു നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ പോർഷൻ മുറിച്ച് മാറ്റിയത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ച് ഒട്ടിക്കാം. ഫ്രണ്ട്സ്, ഞാൻ സെല്ലോ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. സെല്ലോ ടൈപ്പോ ഇൻസുലേഷൻ ടൈപ്പോ എന്ത് വെച്ച് വേണേലും നമുക്ക് ഒട്ടിക്കാം. ഈ പെൻസിൽ കട്ടറിൻ്റെ ഈ കട്ട് ചെയ്ത ഭാഗമില്ലേ, അത് ഈ എൻഡിൽ വന്ന രീതി വേണം നമുക്കിത് ഇതുമേലെ ഒട്ടിച്ചെടുക്കാൻ. ഫ്രണ്ട്സ്, കണ്ടോ? ഇളകി പോകാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഫ്രണ്ട്സ്, അതിനുശേഷം ഒരു ബോട്ടിലെടുക്കുക. ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ ഈ എൻഡൊന്ന് നമുക്ക് മുറിച്ച് മാറ്റണം. ഇങ്ങനെ മുറിച്ച് മാറ്റുക. അതിനുശേഷം ഈ കുപ്പിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുക. കണ്ടോ? ഇത്ര എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഈ കട്ടറിനകത്തൂടെ കയറ്റിയെടുക്കുക. കണ്ടോ? ഇതേപോലെ കയറ്റിയെടുക്കുക. കണ്ടോ?
അതിനുശേഷം ഈ കുപ്പി ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇതിന്മേലിങ്ങനെ വലിക്കുക. ഫ്രണ്ട്സ് കണ്ടോ, റോപ്പ് വരുന്നത് കണ്ടോ? ഫ്രണ്ട്സ്, ഒരു കുപ്പിയിൽ നിന്ന് എടുത്ത റോപ്പാണ് ഈ കിടക്കുന്നത്. നമുക്ക് അടുത്ത കുപ്പിയിൽ നിന്ന് കുറച്ച് റോപ്പ് കൂടെ മുറിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മൾ ഉണ്ടാക്കിയ റോപ്പ്? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ കാണണമെങ്കിൽ എൻ്റെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.